Good morning. Today we are going to discuss about medication errors. Medication error ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ട് യു മീൻ ബൈ മെഡിക്കൽ എറർ. സോ മെഡിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എറർ ഈസ് എ പ്രിവെൻറ്റബിൾ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് കെയർ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ തടഞ്ഞു വെക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ മെഡിക്കൽ എറർ കെയറുമായി ബന്ധപ്പെട്ടത് വെദർ or not it is evident or harmful to the patient. This might include an inaccurate or incomplete diagnosis or treatment of a disease, injury, syndrome, behavior, infection, or other ailments. ഇപ്പോൾ മെഡിക്കലുമായി അതായത് മെഡിക്കൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് സംഭവിക്കുന്നതിനെയാണ് ജനറലി നമ്മൾ മെഡിക്കൽ എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മെഡിക്കേഷൻ എറർ. മെഡിക്കേഷൻ എറർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് അനദർ പ്രിവെൻറ്റബിൾ ഇവൻറ്റ് that may cause or lead to inappropriate medication use or patient harm while the medication is in the control of the healthcare professional, patient, or even consumer. സോ ജനറലി മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന അല്ലെങ്കിൽ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന അതും അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ പറ്റുന്ന ഒഴിവാക്കാമായിരുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ മെഡിക്കേഷൻ എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ദ സീരിയസ് ഹാംഫുൾ റിസൾട്ട് ഓഫ് ദി മെഡിക്കേഷൻ എറർ? ജനറലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ വിൽ ബി ഡെത്ത് ഓഫ് ദി പേഷ്യൻ്റ്. ഒരുപക്ഷെ ചിലപ്പോൾ അത് മരണം തന്നെ സംഭവിച്ചേക്കാം. അനദർ വൺ ഈസ് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ്, ഹോസ്പിറ്റലൈസേഷൻ, ഡിസബിലിറ്റി, ബർത്ത് ഡിഫക്റ്റ്. സോ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഡ്യൂ ടു ദാറ്റ് റീസൺ മേ ബി ഡ്യൂ ടു ദാറ്റ് റീസൺ ദ പേഷ്യൻ്റ് മേ ഗെറ്റ് കോമ ഓർ ഇൻ അനദർ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് കുറവുള്ള പേഷ്യൻ്റ് ടാക്കിക്കാർഡിയയുടെ ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാഡിക്കാർഡിയുള്ള ആൾക്ക് ടാക്കിക്കാർഡിയ കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ അത് ഇറ്റ് വിൽ ഗെറ്റ് റിഡ്യൂസ്. അപ്പോൾ അങ്ങനെയൊക്കെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വന്നേക്കാം. അതുമല്ലെങ്കിൽ ഒരുപാട് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽഫോർമേഷൻ എന്തെങ്കിലും ഒന്ന് പേഷ്യൻറ്റ് സംഭവിച്ചേക്കാം. ഇനി അതൊരു പ്രഗ്നന്റ് വുമൺ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ലൈഫ് ലോങ് ബർത്ത് ഡിഫക്റ്റ് ഉള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ വന്നേക്കാം. സോ ദീസ് ആർ സം സീരിയസ് ഹാംഫുൾ റിസൾട്ട് ഓഫ് ദി മെഡിക്കേഷൻ എറർ. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ കോൺട്രിബ്യൂട്ട് ടു മെഡിക്കേഷൻ എറർ? നമുക്ക് നോക്കാം. 3 തരം ഫാക്ടേഴ്സ് ആണ്: സിസ്റ്റം റിലേറ്റഡ് ഫാക്ടർ, ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടർ ആൻഡ് മെഡിക്കേഷൻ റിലേറ്റഡ് ഫാക്ടർ. സോ ഹ്യൂമൻ റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്യോർലി ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പേഴ്സൺ ഹൂ ഈസ് ഹാൻഡ്ലിങ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന അവിടുത്തെ ഫാർമസിയുമായി ബന്ധപ്പെട്ട് അതിൽ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. അനദർ വൺ ഈസ് പ്യോർലി മെഡിക്കേഷൻ റിലേറ്റഡ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് അഗെയിൻ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 2: പ്രൊവൈഡേഴ്സ് റിലേറ്റഡ് ആൻഡ് പേഷ്യൻ്റ് റിലേറ്റഡ്. പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ആരാണോ മെഡിസിൻ കൊടുക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ ആരാണോ മെഡിസിൻ ഉപയോഗിക്കുന്നത്, അതായത് തീർച്ചയായും അത് പേഷ്യൻ്റ് ആയിരിക്കും. സോ പേഷ്യൻ്റ് റിലേറ്റഡ്. സോ ദർ ആർ 2 types ഓഫ് ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. സോ പ്രൊവൈഡർ റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഗെയിൻ എന്തൊക്കെയാണ് അതിനുള്ള റീസൺസ് എന്ന് നമുക്ക് നോക്കാം. പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് അയാളുടെ വർക്ക് ലോഡ്, ഓവർ വർക്ക് ലോഡ് ആയിരിക്കാം, അണ്ടർ ട്രെയിൻഡ്, അയാൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതായിരിക്കാം, കമ്പീറ്റൻസ് ആയിരിക്കാം, ഡിസ്ട്രാക്റ്റഡ് പേഴ്സണാലിറ്റി ആയതുകൊണ്ടായിരിക്കാം, മീൻസ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖം, ഇൽനെസ്, അയാളിൽ എന്തെങ്കിലും അസുഖം, തലവേദനയോ പനിയോ വേറെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുള്ള സംഭവിച്ചു പോയേക്കാം. ഓർ ഡ്യൂ ടു എക്സസ് സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ഓഫ് എ പ്രൊവൈഡർ. സോ ഒരുപാട് സ്ട്രെസ്ഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡ് ഒന്നിച്ച് വരിക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ നമുക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് സ്ട്രെസ് വരിക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദ
the person who is going to provide the medication may get altered his mood, and sometimes due to that reason he may distribute or he may wrongly given some unknown drugs or something. സോ പേഷ്യൻ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുക? ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ദ ഫസ്റ്റ് തിങ് ഈസ് ഹറി ഓഫ് ദ പേഷ്യൻറ്റ്. മിക്കവാറും പേഷ്യൻസ് ഇവിടെ വരുമ്പോഴത്തേക്ക്, ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് നോർമലി വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ, എപ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞ് ഓടിപ്പോവുക. അദ്ദേഹത്തിന് കൂടുതൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ബേസിക്കലി ഹറി ഓഫ് ദ പേഷ്യന്റ് മേ ലീഡ് ടു ദി ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ദെൻ ഹെൽത്ത് ലിറ്ററസി ലെവൽ, ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അറിവ്, അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റിന്റെ അറിവ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ മെഡിക്കേഷൻ ഓർ യൂസ്, ചിലപ്പോൾ അത് പറഞ്ഞത് മനസ്സിലാകാതിരിക്കുക. അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് പോയി കഴിഞ്ഞാൽ ഒരു 4-5 തരം ഗുളികൾ ഒന്നിച്ചു കൊടുത്തിട്ട് പറയും വെള്ള ഗുളിക രാവിലെ, മഞ്ഞ ഗുളിക ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആൾട്രേഷൻസ് കൊടുക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സം ടൈംസ് ഹി മേ ഫോർഗെറ്റ് അബൌട്ട് ദ യൂസേജ്. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല. വീണ്ടും ചോദിച്ചാൽ ചിലപ്പോൾ ചീത്ത കേൾക്കും. അതുകൊണ്ട് തന്നെ ഒബിയസ്ലി ഹി ഓർ ഷീ വിൽ നെവർ will ask about the usage. സോ ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരത് ആ മെഡിക്കേഷൻ അത് റോങ്ലി അത് ഉപയോഗിക്കും. ഇറ്റ് മേ ലീഡ്സ് ടു സിവിയർ കോംപ്ലിക്കേഷൻ. ആൻഡ് ട്രസ്റ്റ് പ്രൊവൈഡേഴ്സ് ടു നോട്ട് മേക്ക് മിസ്റ്റേക്സ്. അതായത് അദ്ദേഹത്തിന് തെറ്റ് പറ്റില്ല എന്നൊരു വിശ്വാസം, അതൊരു തെറ്റാണ് എന്ന് തോന്നിയാൽ പോലും അത് നമുക്ക് ഗുളിക തരുന്ന വ്യക്തിയെ, പ്രൊവൈഡറിന് അത്രയധികം വിശ്വസിക്കും, അയാളിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്നൊരു വിശ്വാസം. സംടൈംസ് ഇറ്റ് മേ ലീഡ്സ് ടു സം മെഡിക്കേഷൻ എറർ. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റം റിലേറ്റഡ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, poor workflow, disorganized workspace, inadequate tools to complete the work, lack of supervision. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻറ്റുമായിട്ട് അത്രയും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു സിസ്റ്റം റിലേറ്റഡ് ഫാക്ടർ. ദെൻ വർക്ക് ഫ്ലോ, ഒരു പുവർ വർക്ക് ഫ്ലോ, അതായത് ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു വർക്ക് ഫ്ലോ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ട് പല പ്രിസ്ക്രിപ്ഷൻ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുക, പല പ്രിസ്ക്രിപ്ഷനും ഒന്നിച്ച് വെച്ച് അതിൻ്റെ ഓരോന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു റോങ് സിസ്റ്റം. ആൻഡ് ഡിസോർഗനൈസ്ഡ് വർക്ക് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ചില ഫാർമസിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ടേബിൾ മുഴുവൻ കുറേ ഡ്രഗ്സ് കട്ട് പീസുകളും കുറേ റിട്ടേൺസും കുറേ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ബില്ലും എല്ലാം കിടക്കുന്നു. സോ അതിന് പകരം ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ബോക്സുകളിലൊക്കെ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരിക്കും. മറ്റത് വളരെ ഫാസ്റ്റ് ആയിട്ട് തരും, പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് ദി മെഡിക്കേഷൻ. സോ ഇൻഎഡിക്കേറ്റ് ടൂൾസ് ടു കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് ചില സമയത്ത് നമുക്ക് ടൂൾസിന്റെ ഡെഫിഷ്യൻസി, ഫോർ എക്സാമ്പിൾ ഏറ്റവും മിനിമൽ ടൂൾ ആയിട്ടുള്ള നമ്മുടെ സിസേഴ്സ്, ഒരുപാട് സ്ട്രിപ്സ് ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ്, അതിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ ചില സമയത്ത് ഫാർമസിയിൽ നിന്ന് അതിങ്ങനെ ടയർ ചെയ്ത് തരുന്ന പോലെ, ഒരു കീറി തരുന്ന പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. സോ സംടൈംസ് ഇറ്റ് മേ ലീഡ്സ് ടു മീൻസ് തൊട്ടടുത്തുള്ള അഡ്ജസന്റ് ടാബ്ലറ്റിനോ ക്യാപ്സൂൾസിനോ അത് ചെറിയ ഡാമേജ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അത് ഓപ്പൺ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി കൊണ്ട് അത് ഓക്സിഡേഷൻ സംഭവിക്കാനോ ഡ്രഗിന്റെ ഡിറ്റീരിയറേഷന് കാരണമാവാനോ സാധിച്ചേക്കാം. സോ പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ് ഇല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിക്കൊണ്ട് ഒരു അപ്പാരറ്റസ്, ഒരു എന്തെങ്കിലും ഒരു ടൂള് അതിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ആ ടൂള് നമുക്ക് കാണിച്ചു കൊടുക്കാനോ ടൂൾ ഇല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ? പേഷ്യന്റ് ഒരിക്കലും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ആൻഡ് റോങ്ലി ദ ഡ്രഗ് വിൽ അഡ്മിനിസ്റ്റർ. ദെൻ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരാൾ ഒറ്റക്കാണ് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മെഡിക്കേഷൻ എറേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കേഷൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ലുക്ക് അലൈക്ക്, അതായത് കാണുമ്പോൾ തന്നെ 2-3 ഡ്രഗ് ഒന്നിച്ചിരിക്കുമ്പോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ടാബ്ലറ്റ്സും ക്യാപ്സൂൾസും അതുപോലെ തന്നെ ചില ബോട്ടിലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയില്ല. ഒരു കമ്പനിയുടെ ചിലപ്പോൾ ഒരേ കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് ഡ്രഗുകളായിരിക്കാം. ആൻഡ്
സൗണ്ട് അലൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ പേരിലുള്ള മെഡിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രഗിന്റെ പേര് പറയുന്ന അതേ ഇതിൽ തന്നെ ഒരു ചെറിയ സ്പെല്ലിംഗ് ഡിഫറൻസിൽ അതേ പ്രൊനൗൺസിയേഷൻ തന്നെ വരുന്ന വേറൊരു ഡ്രഗ്. അപ്പം നമ്മൾ എൻറ്റയർലി ഡിഫറെൻറ്റ് യൂസിനുള്ള ഡ്രഗ് ആണെങ്കിൽ അത് റോങ്ങലി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ആൻഡ് അനദർ വൺ ഈസ് മൾട്ടിപ്പിൾ ഡോസേജ് ഫോംസ് ആൻഡ് സ്ട്രെങ്ത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനി പാരസെറ്റമോൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പാരസെറ്റമോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പാരസെറ്റമോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഡോസ് അല്ലെങ്കിൽ ആ ഡോസേജ് ഏതാണ് ഡോസേജ് എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാം പ്രയാസമായിരിക്കും. കാര്യം ഇപ്പോൾ 300 സ്ട്രെങ്ത് ഉണ്ടാവും, 250 ഉണ്ടാവും, 500 ഉണ്ടാവും, 600 ഉണ്ടാവും, 1000 ഉണ്ടാവും. അപ്പോൾ പല റേഞ്ചിലുള്ള പിന്നെ സ്ട്രെങ്ത്തുകൾ ഒരു പാരസെറ്റമോളിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. എല്ലാം ലുക്ക് ലൈക്ക്, അതായത് ഇപ്പോൾ ഒരു 500 വരെ ഓൾമോസ്റ്റ് സൈസ് ഓഫ് ദ ടാബ്ലറ്റ് വിൽ ബി ഈക്വൽ. അതുപോലെ തന്നെ ഡോസേജ് ഫോംസ്, ഇപ്പോൾ നമുക്കറിയാം സിറപ്പായിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സസ്പെൻഷൻ ആവും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഡിക്കേഷൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Now we are going to the types of medication errors. ഏതൊക്കെ പോസിബിൾ ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ആണുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബിംഗ് എറർ. Errors purely related with the during the prescription, writing of the prescription അല്ലെങ്കിൽ printing of the prescription at that moment. If some errors occurred, means that will consider under this prescribing errors. Next one is dispensing errors. Dispensing errors means errors occur during the dispensing of the medication. And next one is administration errors, purely related with the administration of the drug. ആ ഡ്രഗ് പേഷ്യന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന എറേഴ്സ്. ആൻഡ് ഫൈനലി പേഷ്യന്റ് കംപ്ലയൻസ് എറർ, ഹൗ ഫാർ ദ പേഷ്യന്റ് ഈസ് അഡ്ഹറിങ് ദ മെഡിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ നമ്മളൊരു 5 ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഒരു 3 ദിവസം നിർബന്ധമായും 2 നേരം കഴിക്കണം, അല്ലെങ്കിൽ ഡോസ് ടേപ്പറിങ്. ഫോർ എക്സാമ്പിൾ സ്റ്റീറോയിഡ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഡോസ് ടേപ്പറിങ്. One of the most important aspect of the steroid is dose tapering. So here, patient is not ready to accept that type of tapering, means what will happen? It may cause some another serious effects. So like, idakke namukku consider under the patient compliance errors. So namukkonnu common ആയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. Prescribing error, omission error. Omission error എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡോസ് സ്കിപ്പ് ചെയ്തു പോവുക, മറന്നു പോവുക, അല്ലെങ്കിൽ വന്നിട്ട് 2 ഡോസ് ഒന്നിച്ച് കഴിക്കുക, അതൊക്കെയാണ് നമ്മൾ ഒമിഷൻ എറർ. റോങ് ടൈം എറർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് 1/3 നേരം എന്ന് പറയുന്നു. സോ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം 8 hourly ആണത്, 8 മണിക്കൂർ ഇന്റർവെല്ലാണ് കഴിക്കേണ്ടത്. നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോൾ കഴിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കും, വൈകിട്ട് കഴിക്കും. സോ നോർമലി വി മേ നോട്ട് കീപ് ദി 8 hours ഇന്റർവെൽ. ആഫ്റ്റർ നൈറ്റിൽ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്നവരത്തേക്ക് around 12 to 13 hours lag will be there. So we cannot keep in a proper means time duration. അപ്പോൾ wrong time error ആണ് അതൊക്കെ അതിനകത്തൊക്കെ കൺസിഡർ ചെയ്യുന്നത്. Unorganized drug error, then improper dose error, wrong dosage form error. Wrong dosage form എന്ന് പറയുമ്പോഴത്തേക്ക് സസ്പെൻഷന് പകരം ടാബ്ലറ്റ് യൂസ് ചെയ്യുക, ടാബ്ലറ്റിന് പകരം സസ്പെൻഷൻ യൂസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ റോങ് ഡോസേജ് ഫോം എറർ. റോങ് ഡ്രഗ് പ്രിപ്പറേഷൻ എറർ, നമ്മൾ ഡ്രഗ് പ്രിപ്പയർ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്, ഇപ്പോൾ നമുക്കറിയാം ഈ ആന്റിബയോട്ടിക് സിറപ്പുകൾ സസ്പെൻഷനൊക്കെ പൗഡേർഡ് സംഭവങ്ങളായിരിക്കും, അതിനകത്ത് നമ്മൾ റീകൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ആ പ്രോപ്പറായിട്ട് റീകൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ആ പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് അതിനകത്ത് ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് മാറും. അതുപോലെ തന്നെ കൂടിപ്പോയാൽ പെർസെൻറ്റേജ് വ്യത്യാസം വരും, കുറഞ്ഞു പോയാൽ കോൺസെൻട്രേഷൻ വ്യത്യാസം വരും. സോ അതൊക്കെയാണ് റോങ് ഡ്രഗ് പ്രിപ്പറേഷൻ എറർ. റോങ് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക് എറർ. ഇപ്പോൾ നമ്മൾ ചില ടാബ്ലറ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഫർവെസൻ ടാബ്ലറ്റ് ആണെങ്കിൽ നമ്മളത് ഒരു വെള്ളത്തിനകത്തിട്ട് ഇത്ര ക്വാണ്ടിറ്റി വെള്ളത്തിലിട്ട് അതിൻ്റെ എഫർവെസൻസ് വരുന്ന സമയത്ത് അഡ്മിനിസ്റ്റർ ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും അത് ആളുകൾ എന്ത് ചെയ്യും, അത് വരും, എഫർവെസൻസ് വരും. എഫർവെസൻസ് വന്ന് എല്ലാ എഫർവെസൻസും നിന്ന് കഴിഞ്ഞാൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യും, ഒരു കാര്യം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതാണ് റോങ് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക് എറർ. ഡെറ്റീരിയോറേറ്റഡ് ഡ്രഗ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പയറി ആയിട്ടുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എറർ. മോണിറ്ററിങ് എറർ, കംപ്ലയൻസ് എറർ, ആൻഡ് ഇതിനകത്തൊന്നും വരാത്ത എല്ലാം നമുക്ക് കോമൺലി വി ക്യാൻ കോൾ ഇറ്റ് ആസ്
other medication error. So next we are going to the pharmacist role in improving medication safety. മെഡിക്കേഷൻ സേഫ്റ്റിക്ക് വേണ്ടി ഫാർമസിസ്റ്റിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഓട്ടോമേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ദി മെഡിക്കേഷൻ യൂസ് പ്രോസസ് ആൻഡ് ടാസ്ക്. സാധാരണഗതിയിൽ ഫാർമസി മറ്റുള്ളതൊക്കെ ഓട്ടോമേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷനും ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ, ഇൻക്ലൂഡിംഗ് ബാർകോഡിംഗ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വി ക്യാൻ ഇംപ്രൂവ് ദി medication safety and we can avoid the medication error. Then drug protocols and standard order forms, then inadequate independent double check system. നമ്മളെല്ലാ ഇതിനകത്തും ഡബിൾ ചെക്ക് സിസ്റ്റംസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരാൾ പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നു, ആ പ്രിസ്ക്രിപ്ഷൻ ഒരാൾ ഫുൾഫിൽ ചെയ്യുന്നു, വേറൊരാൾ അല്ലെങ്കിൽ ഫൈനലി അഗെയിൻ ഫുൾഫിൽ ചെയ്ത് എടുത്തത് മറ്റാൾ അഗെയിൻ ഒരു വെരിഫിക്കേഷൻ നടത്തുന്നു, എന്നിട്ട് പേഷ്യന്റിന് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഡബിൾ ചെക്ക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ ഈസിലി വി ക്യാൻ ഐഡന്റിഫൈ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ. സ്റ്റാഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റും അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് അബൌട്ട് ദ യൂസേജ്, അബൌട്ട് ദ പ്രിപ്പറേഷൻ, ലൈക്ക് വാട്ട് എവർ തിങ്സ് വി നീഡഡ് to upgrade, that type of education we will provide to the staff, and thereby we can avoid the we can improve the medication safety as well as we can avoid the medication errors. So how we can detect the medication error? It is very clear. Voluntary reporting system. So എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി. ദെൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് ഇതിലൊക്കെ നിന്ന് പേഷ്യന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ. അല്ലെങ്കിൽ ഒരു 5 ദിവസത്തേക്ക് നമ്മളൊരു 15 ഗുളിക കഴിച്ചു, ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഗുളിക ബാക്കി വന്നു, ഇത്ര ഗുളിക തീർന്നു, ഇത്ര ദിവസം കൊണ്ട് ഗുളിക തീർന്നു എന്നൊക്കെ പറയുമ്പോൾ വി ക്യാൻ ഒബ്സർവ് വെദർ എനി മെഡിക്കേഷൻ എറർ ഓക്കർഡ് ഓർ നോട്ട്. ആൻഡ് ഫാർമസി പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പേഷ്യന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ബാലൻസ് സ്റ്റോക്ക് എത്ര നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് ടാബ്ലറ്റ് വി ഗിവൺ, റോങ്ലി നമ്മൾ ഏതെങ്കിലും ടാബ്ലറ്റ് കൊടുത്തോ, ഏതെങ്കിലും ബില്ലടിച്ചത് മാറിക്കൊടുത്തു എന്നൊക്കെ വളരെ ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ ഇൻ ദ പ്രിവെന്റിംഗ് മെഡിക്കേഷൻ എറേഴ്സ്. എന്തൊക്കെയാണ് നമുക്കൊരു ഒരു മെഡിക്കേഷൻ എറർ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റെപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോളോ ദ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ റൈറ്റുകളും, അതായത് ശരികൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഈസ് വി ഹാവ് ടു ആക്സെപ്റ്റ് ദ റൈറ്റ് പേഷ്യന്റ്. ഏത് കൃത്യമായിട്ട് ഇന്ന പേഷ്യന്റ് തന്നെയാണെന്നുള്ളത് വി ഹാവ് ടു ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ഡ്രഗ്. ആ വ്യക്തിക്ക് കൃത്യമായി എഴുതിയ മെഡിസിൻ തന്നെ നമ്മൾ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. ആൻഡ് വി പ്രിസ്ക്രൈബ്ഡ് വി ഡിസ്പെൻസ് ദ മെഡിക്കേഷൻ, റൈറ്റ് മെഡിക്കേഷൻ ഇൻ ദ റൈറ്റ് ഡോസ്. അത് അടുത്ത് കൃത്യമായിട്ട് പറയാനുള്ളത് 250 milligram ആണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വന്നിട്ടുള്ളതെങ്കിൽ, ഫിസിഷ്യൻ എഴുതിയിട്ടുള്ളതെങ്കിൽ നമ്മൾ കൊടുത്തത് 250 തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് വി ഡിനോട്ട് അറ്റ് ദ റൈറ്റ് ടൈം. അത് കൃത്യമായ ടൈമിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. റൂട്ട്, വിച്ച് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് റൈറ്റ് റൂട്ട്. ദെൻ റൈറ്റ് റെക്കോർഡിങ്സ്, നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അസസ്മെന്റ്, റൈറ്റ് എഡ്യൂക്കേഷൻ, റൈറ്റ് ഇവാലുവേഷൻ ആൻഡ് റൈറ്റ് ടു റെഫ്യൂസ് മെഡിക്കേഷൻ. നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത ഒരു മെഡിസിൻ ആണെങ്കിൽ വളരെ കൃത്യമായി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 250 milligram ആണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കയ്യിൽ 500 milligram ആണ് സ്റ്റോക്ക് ഉള്ളതെങ്കിൽ വളരെ സന്തോഷത്തോടെ നമ്മൾ പറയുന്നു നമ്മുടെ കയ്യിൽ ആ മെഡിസിൻ ഇല്ല, 250 milligram ഇല്ല, അതുകൊണ്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയാനുള്ള റൈറ്റ് ടു റെഫ്യൂസ് മെഡിക്കേഷൻ എന്നുള്ളതാണ്. സോ യൂസ് ഓഫ് ടെക്നോളജി ടു മിനിമൈസ് എറേഴ്സ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടെക്നോളജി? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ചുകൂടി ലേറ്റസ്റ്റ് ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യണമെന്ന്. The first one is electronic prescribing techniques. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ക്യാപ്സൂൾ എന്നൊക്കെ ഉള്ളത് മാറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അയാളുടെ പഴയ പ്രീവിയസ് റെക്കോർഡ്സും അയാൾക്ക് എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഓരോ സമയത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ then and there we can easily evaluate this. And computer prescription order entry, CPOE, സ്വാഭാവികമായിട്ടും അത് ഡോക്ടർ കമ്പ്യൂട്ടറിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാം അയാൾക്ക് ഈവൻ ADR അല്ലെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ ആവും. ഡോക്ടർക്ക് അപ്പം തന്നെ അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ബാർകോഡിംഗ് സിസ്റ്റം, വി ക്യാൻ യൂസ് ദ ബാർകോഡിംഗ് സിസ്റ്റം ഇൻ ദ ഫാർമസി. സോ അവിടുന്ന് എഴുതി വന്ന അതേ മെഡിക്കേഷൻ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. Then automated drug dispensing system,
നമുക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോമേറ്റഡ് ഡ്രഗ് ഡിസ്പെൻസിങ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആൻഡ് ഒരു സിസ്റ്റമാണ്. അത് ഓട്ടോമാറ്റിക് അത് തന്നെ പോയിട്ട് മെഡിസിൻ എടുത്ത് ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് അത് തന്നെ ഡിറ്റക്ട് ചെയ്യും. So these are some techniques and recommendation for the pharmacist. നമുക്കറിയാം pharmacist should maintain orderliness and cleanliness in the work area and perform one procedure at a time. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമസിസ്റ്റ് വളരെ കൃത്യമായും വൃത്തിയായും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സമയം ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുക. നെവർ അസ്യൂം ഓർ ഗസ് ദ ഇന്റന്റ് ഓഫ് ദി കൺഫ്യൂസിങ് മെഡിക്കേഷൻ ഓർഡേഴ്സ്. ഒരിക്കലും തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗസ്സിങ്ങോ ഒരു അസെപ്ഷൻ കൊണ്ടോ ഒരു ഡ്രഗിന് മീൻസ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഫെമിലിയർ വിത്ത് ദ മെഡിക്കേഷൻ ഓർഡറിംഗ് സിസ്റ്റം ആൻഡ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്. Then offer information and advice about the therapeutic drug regimen and correct use of medication. Stay abreast to the abreast of the current state of the knowledge, etc. We can recommend to the pharmacist to avoid the medication errors. Thank you. That's all about the medication errors.